ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പരിപ്പ് പായസം ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാമല്ലോ. അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് 1 സ്പൂൺ ആവുന്നത്ര നെയ്യ് കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സിനത്ര പരിപ്പ് കൂട്ടുന്നുണ്ട്. പരിപ്പ് കൂട്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചുവന്നിട്ടാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് വറുത്തെടുത്തിട്ട് നെയ്യ് വേണ്ടെങ്കിൽ അങ്ങനെ വറുക്കാതെ വറുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പരിപ്പ് എടുത്തില്ലേ, അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം കൂട്ടുന്നുണ്ട്. വെള്ളം കൂട്ടിയിട്ട് 1 അച്ച് വെള്ളം കൂട്ടുന്നുണ്ട്. ഇതിലെ പരിപ്പിൻ്റെ കൂടെ പൊടിച്ചിട്ട് കൂട്ടുന്നുണ്ട്. കൂട്ടിയിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച വെള്ളം കൂട്ടുന്നുണ്ട്. ശർക്കര കൂട്ടിയിട്ടൊന്ന് അലിഞ്ഞെടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ കൂട്ടുന്നുണ്ട്. തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് മറ്റേ പാൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. ഞാൻ തേങ്ങാപ്പാൽ മാത്രം കൂട്ടിയിട്ട് ഒന്ന് ഇതാക്കി അതിലേക്ക് 1 സ്പൂണ് മിൽക്ക് മെയ്ഡ് കൂട്ടുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. ഞാൻ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടാകുമ്പോൾ അതിലേക്ക് 2-3 ഏലത്തരി പൊടിച്ചിട്ട് കൂട്ടുന്നുണ്ട്. കൂട്ടിയിട്ട് ഞാൻ മുന്തിരി കൊട്ടയൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് കൂട്ടുന്നുണ്ട്. നെയ്യിൽ വറുത്തിട്ട് കൂട്ടുന്നത്. അതായിട്ടാകുമ്പോൾ ബദാം ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ബദാം വേണമെന്നവർ കൂട്ടിയാൽ മതി, ഞാൻ ഒന്ന് കൂട്ടിയതാണ്. മിക്സാക്കിയിട്ട് സെർവ് ചെയ്ത് നിങ്ങളെ പായസം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്.